പരിശുദ്ധമായ അറഫ നമ്മിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അനുഗ്രഹങ്ങളുടെ കേദാരമായി മുസ്ലിം ഉമ്മത്തിന് സർവാത്മന പുരോഗതി സമ്മാനിക്കാൻ ഉടമസ്ഥന റബ്ബ് നിശ്ചയിച്ച ഏറ്റവും ഉന്നതമായ മഹത്വമായ പരിശുദ്ധമായ ദിനമാണ് വിശുദ്ധ അറഫ. മുസ്ലിം ലോകത്തിന്റെ വിശ്വാസ ചൈതന്യത്തെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് പരിശുദ്ധ അറഫയുടെ മരുഭൂമിയിൽ ലക്ഷോപലക്ഷം വിശ്വാസികൾ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, ഉയർച്ച താഴ്ചകളില്ലാതെ, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ഉടമസ്ഥനായ സൃഷ്ടാവായ റബ്ബിനോട് വിലയം പ്രാപിക്കുക എന്ന അദമ്യമായ ആഗ്രഹത്തോടെ അറഫാത്തിന്റെ മണ്ണിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഒന്നേ മാത്രം, അല്ലാഹു. അവരെ നയിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്ത്. പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്ത് ലോക ജനസമൂഹത്തിന് സമർപ്പിച്ച മഹത്തരമായ ഒരു കാഴ്ചയാണ് പരിശുദ്ധ അറഫയിലെ കാഴ്ച. പരിശുദ്ധ അറഫയിൽ വിശ്വാസികൾ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്ന സുന്ദര മുഹൂർത്തങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ വിശ്വാസികളായ നാം ഓരോരുത്തർക്കും പ്രത്യേകമായ ചില കർമ്മങ്ങൾ ഉടമസ്ഥന റബ്ബ് തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മഹാത്തുൽ ഇബാദ എന്ന് വിളിക്കപ്പെടുന്ന പരിശുദ്ധമായ നിസ്കാരവും പരിശുദ്ധമായ നോമ്പും പരിശുദ്ധമായ ഹജ്ജും ഒരുമിച്ച് വന്നു ചേരുന്ന വർഷത്തിലെ അപൂർവ നിമിഷങ്ങളാണ് ദുൽഹജ്ജ് 8, 9, 10 ദിനങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്കൃഷ്ടമായ വിശ്വാസികളുടെ ആത്മീയ ചൈതന്യം പൂർണ്ണമായും പ്രകടമാക്കും വിധം ആ ചൈതന്യത്താൽ പ്രചോദിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് ഈ പുണ്യമാർന്ന ദിവസങ്ങളെ സമ്പന്നമാക്കൽ ഓരോ വിശ്വാസിയുടെയും വിശ്വാസപരമായ ബാധ്യതയാണ്. ദുൽഹജ്ജ് 9 ഞായറാഴ്ച സുബഹി നിസ്കാരം മുതൽ ദുൽഹജ്ജ് 13 അസർ നിസ്കാരം വരെ അതിൻ്റെ ഇടയിൽ നിർവഹിക്കപ്പെടുന്ന മുഴുവൻ നിസ്കാരങ്ങളുടെയും ശേഷം മുഖയ്യദായ തക്ബീർ എന്ന നിലയിൽ തക്ബീർ ചൊല്ലൽ ശക്തിമത്തായ സുന്നത്താണ്. എല്ലാ നിസ്കാരങ്ങളും, അത് ഫർള് നിസ്കാരങ്ങളാവട്ടെ, സുന്നത്ത് നിസ്കാരങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഖളാ പോയ നിസ്കാരങ്ങൾ ആ സമയത്ത് ഖളാ വീട്ടപ്പെടുന്നതാകട്ടെ, മയ്യിത്ത് നിസ്കാരങ്ങളാകട്ടെ, ഈ സമയത്തിന്റെ ഉള്ളിൽ നിർവഹിക്കപ്പെടുന്ന ദുൽഹജ്ജ് 9 ഞായറാഴ്ച സുബഹി നിസ്കാരം മുതൽ ദുൽഹജ്ജ് 13 അസർ നിസ്കാരം വരെയുള്ള അതിനിടയിൽ നിർവഹിക്കപ്പെടുന്ന മുഴുവൻ നിസ്കാരങ്ങളുടെയും ശേഷം തക്ബീർ ചൊല്ലൽ ശരീഅത്ത് പരിശുദ്ധമായ നിലയിൽ നമ്മെ പഠിപ്പിക്കുകയും സുന്നത്തായി കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞായറാഴ്ച അസ്തമിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇമാമ് കൈകെട്ടുന്ന സമയം വരെ ഓരോ പ്രദേശങ്ങളിലും അവരുടെ വീടുകൾ, പള്ളികൾ, വഴികൾ തുടങ്ങി മുസ്ലിം സമൂഹം താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം തക്ബീർ കൊണ്ട് മുഖരിതമാകൽ ചൈതന്യവത്തായ സുന്നത്താണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ദുൽഹജ്ജിന്റെ ആദ്യ ദിനങ്ങളിൽ വീടുകളിൽ നിന്ന് തക്ബീർ ചൊല്ലി പട്ടണത്തിലേക്ക് പോകുകയും പട്ടണത്തിലുള്ളവർ മഹാനവറുകളുടെ തക്ബീറുകൾ ഏറ്റുചൊല്ലി പട്ടണം തക്ബീറിനാൽ മുഖരിതമാകുമെന്ന് ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുക, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന പ്രബലമായ നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യത്തെ ഓരോ മനസ്സും ശരീരവും അംഗീകരിച്ചുകൊണ്ട് ആ ഭാഷ മൊഴിയുക, അള്ളാഹുവിന്റെ വലിപ്പത്തെ സമ്പൂർണമായും അംഗീകരിച്ചും അനുഭവിച്ചു ആ വലിപ്പത്തെ വാഴ്ത്തുക. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. കാരണം മനുഷ്യൻ അല്ലാഹുവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഒരു കാര്യങ്ങളും, ഭൗതിക ജീവിതത്തിലെ ഒരു കാര്യങ്ങളും തടസ്സമാകരുത് എന്ന് പഠിപ്പിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം സഹായവുമായി വന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സഹായിക്കാം, എനിക്കെന്റെ അല്ലാഹ് മതി, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹ് മതി എന്ന് പറയാൻ കാണിച്ച ആ ആർജവം, ആ വിശ്വാസ ചൈതന്യം, ആ വിശ്വാസത്തിന്റെ തിളക്കം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് നമ്രൂദിന്റെ തീക്കുണ്ടാരം ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയാത്ത വിധം പട്ടുമെത്തിയായി പരിലസിച്ചു എങ്കിൽ ആ വിശ്വാസ ചൈതന്യത്തിന്റെ തിളക്കം സമ്മാനിച്ച സുന്ദരമായ അനുഭവമാണത്.
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും പരീക്ഷിക്കപ്പെട്ടപ്പോൾ തന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിന് തന്നോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും അവന്റെ അനുസരണാശീലങ്ങളും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ തടസ്സമാകുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും പരീക്ഷിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയറുക്കുവാൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനോട് തന്നെ ചോദിച്ചു, മകനെ, ഇന്നി അറാ അന്നി അദ്ബഹുക്, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, ഞാൻ നിന്നെ അറുക്കണമെന്ന്. നിന്റെ അഭിപ്രായം എന്താണ്? ലോകത്ത് എല്ലാ കൗമാരക്കാർക്കും നായകനായ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം ആ സമയത്ത് പറഞ്ഞ മറുപടി ഖുർആനിൽ വളരെ വ്യക്തമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു. ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പിതാവേ, അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതങ്ങ് നിർവഹിച്ചു കൊള്ളുക. ഏറ്റവും ക്ഷമയുള്ളവനായി എന്നെ അങ്ങേക്ക് കാണാം. ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ഒരു ഭൗതിക ലോകത്ത് ലഭ്യമാകുന്ന ആനന്ദങ്ങളോ അനുഭവങ്ങളോ തടസ്സമാകരുത് എന്ന് ലോകത്തിനെ പഠിപ്പിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബം, മഹദി ഹാജറ ബീവി റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ കാര്യത്തിലെല്ലാം ത്യജിച്ച പുണ്യവതിയായ മഹിളാരത്നം. മകന് ഇസ്മായിൽ പൊടിക്കുഞ്ഞായിരിക്കുമ്പോ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട നേരത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ആ ധീരവരതൊരു ചോദിച്ച ചോദ്യമുണ്ട്. ഈ വിജനമായ മണൽഭൂമിയിൽ, ആരാരും സഹായിക്കാനില്ലാത്ത ഈ വിജനമായ മണൽപ്പരപ്പിൽ എന്നെയും എൻ്റെ ഈ പിഞ്ചു പൈതലിനെ തനിച്ചാക്കി പോകുന്നത് അങ്ങയോട് അള്ളാഹു കൽപ്പിച്ചിട്ടാണോ? അതെ, എന്നോട് എൻ്റെ ഉടമസ്ഥൻ കൽപ്പിച്ചത് പ്രകാരമാണ്. ലോകത്തൊരു പിതാവും ഒരു ഭർത്താവും ചെയ്യാൻ മാനസികമായി ധൈര്യപ്പെടാത്ത കാര്യം, മാനസികമായി ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ ചെയ്തു പോകുന്നത് എന്ന് മറുപടി വചനം കേട്ടപ്പോ എനിക്കെന്റെ അല്ലാഹു മതി എന്ന് പറഞ്ഞ ഹാജറ ബീവി. പിന്നീട് സംഭവിച്ച ചരിത്രങ്ങൾ നമുക്കൊക്കെ അറിയാം. മക്ക എന്ന പ്രദേശത്തിന്റെ ഉത്ഭവവും വളർച്ചയും ആ ഇന്ന് കാണുന്ന ജനസമൂഹത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരിടമായി മക്ക ശരീഫ് മാറിയതിന്റെ തുടക്കം അങ്ങനെയാണല്ലോ. മഹദി ഹാജറ റളിയല്ലാഹു അൻഹയ്ക്ക് എല്ലാം അള്ളാഹു നൽകി തന്റെ വിശ്വാസം സമർപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് എല്ലാ മില്ലത്തിന്റെയും അബും എല്ലാ മില്ലത്തിന്റെയും നേതാവുമാകും വിധമുള്ള വലിയ സ്ഥാനം നൽകി, ഖലീൽ എന്ന പ്രത്യേകമായ സ്ഥാനം നൽകി അള്ളാഹു ആദരിച്ചു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാൻ കൊണ്ടുപോവുകയും അതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും ഓരോ സത്യവിശ്വാസിയും ഓരോ കൊല്ലവും അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പെരുന്നാൾ ദിനത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൽഹിയ്യത്ത്. പെരുന്നാൾ ദിനത്തിൽ ഒരു സത്യവിശ്വാസി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉത്കൃഷ്ടമായ ഇബാദത്താണ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഉൽഹിയ്യത്ത് അറുക്കുക എന്നത്. ആ സ്വഭാവത്തിൽ തക്ബീറിന്റെ മന്ത്രധ്വനികൾ കൊണ്ട്, ഉളിഹത്ത് അറുക്കലുകൾ കൊണ്ട് ഈ പുണ്യമായ ദിനരാത്രങ്ങൾ ഏറ്റവും സവിശേഷതയാർന്ന സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ ബാധ്യതയാക്കപ്പെട്ട വിശ്വാസികളാണ് നാം. അറഫയുടെ വൈകുന്നേരമാകുമ്പോൾ അല്ലാഹു ജല്ല ശഅ്നുഹു തആല ഖൈറു ദുആഇ യൗമ അറഫ, അഫ്ളലു ദുആഇ യൗമ അറഫ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ അറഫയിലെ പ്രാർത്ഥനയാണ്. അറഫ വൈകുന്നേരത്തെ പ്രാർത്ഥനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അറഫ ദിവസമാണ്. അറഫ ദിവസത്തിന്റെ നോമ്പിന് ഉടമസ്ഥനായ റബ്ബ് തആല 2 വർഷത്തെ ചെറുപാപങ്ങൾ പുറത്തു തരാമെന്ന്, അറഫ ഉൾക്കൊള്ളുന്ന വർഷത്തിന്റെ പാപവും പിന്നീട് വന്നു ചേരുന്ന 1 വർഷത്തിന്റെ ചെറുപാപങ്ങളും അല്ലാഹു തആല പുറത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തതായി നമ്മുടെ നേതാവ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. മഹാനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അറഫയുടെ വൈകുന്നേരം ദുആ ചെയ്തു. ഹദീസുകളിൽ കാണാം. മഹാനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മത്തിന് മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം അറഫയുടെ വൈകുന്നേരം ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായി. പാപങ്ങളെല്ലാം പുറത്തു തരാം. മാഹലൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവരോട് ചെയ്തിട്ടുള്ള പാപങ്ങൾ അതൊഴിച്ച്, മദ്ലൂമിന്റെ ഭാഗത്ത് നിന്ന്
പൊറുക്കപ്പെടാതെ അഥവാ ആക്രമിക്കപ്പെട്ടവന്റെ ഭാഗത്ത് നിന്ന് തന്റെ മേൽ പതിച്ച അക്രമങ്ങളെ അക്രമിക്ക് പുറത്തു കൊടുത്താലല്ലാതെ അക്രമിയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കില്ല. അതൊഴിച്ച് ബാക്കി എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തരാമെന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് സന്തോഷ വർത്തമാനമുണ്ടായി. മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തനായില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ആക്രമിക്കപ്പെട്ടവന് നിനക്ക് നീ ഓശാരമായി സ്വർഗം കൊടുത്തിട്ട് നിനക്ക് അക്രമിക്ക് പുറത്തു കൊടുത്തൂടെ? എന്റെ സമൂഹത്തിലെ ആക്രമിക്കപ്പെട്ടവന് നിന്റെ ഔദാര്യമായി സ്വർഗം നീ കൊടുത്തിട്ട് പകരം അക്രമിക്ക് നീ പുറത്തു കൊടുക്കണം എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വൈകുന്നേരമായി, രാത്രിയായി, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിലേക്ക് പോയി. പിറ്റേന്ന് പ്രഭാതമാകുമ്പോ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായി ചിരിക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെയും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധയിൽപ്പെട്ടു. നബിയെ, അങ്ങ് എന്ത് വസ്തുവാണ് ചിരിപ്പിച്ചത്? അങ്ങ് ഇതുപോലെ ചിരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ തിരുമനസ് അവിടുത്തെ മഹത്തരമാർന്ന ചുണ്ടുകൾ വിടർത്തിക്കൊണ്ട് പറഞ്ഞു, പിശാച് വല്ലാതെ അലറി വിളിച്ച് ഓടുന്നത് ഞാൻ കാണുകയുണ്ടായി. വയൽ വിളിച്ച് അഥവാ നാശങ്ങൾ എന്റെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് തലയിലേക്ക് മണ്ണ് വാരിയിട്ട് സ്വയം ശപിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന പിശാചിനെ കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചു പോയത് എന്ന് മഹാനായ ലോകാനുഗ്രഹി മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് പിശാചിനെ വിരളി പിടിച്ചത് എന്ന് ചോദിച്ചപ്പോ മറുപടിയായി പറഞ്ഞത്, ഇന്നേ ദിവസം എന്റെ സമൂഹത്തിലെ അക്രമിക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അക്രമികൾക്ക്, ആക്രമിക്കപ്പെട്ടവന് അക്രമത്തിന് പകരം സ്വർഗം കൊടുത്തിട്ട് അക്രമിക്കും നാഥനായ റബ്ബ് തആല പുറത്തു കൊടുത്തത് ഹദീസുകളിൽ കാണാം. അത് ഈ ദിവസത്തിന്റെ മഹത്വമാർന്ന ആ സമയത്തിന്റെ സന്ദർഭത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. തീർച്ചയായും അക്രമികൾക്ക് പോലും നാഥനായ റബ്ബിന്റെ മഹത്തായ ഫള് കൊണ്ട് പുറത്തു കൊടുക്കുന്ന സവിശേഷതയാർന്ന ദിവസമാണ് അറഫയുടെ ദിവസം. നാളെ വൈകുന്നേരം നമ്മളിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് ഞായറാഴ്ച വൈകുന്നേരം നാം ധാരാളമായി ദിക്റുകൾ ചൊല്ലണം, ധാരാളമായി പ്രാർത്ഥനകൾ ചൊല്ലണം. കാരണം പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ 1 മുതലുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠത അർഹിക്കുന്നതായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരടിമ അല്ലാഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്യൽ ഏറ്റവും അല്ലാഹുവിന് പ്രിയങ്കരമായ ദിവസമാണ് പരിശുദ്ധമായ ദുൽഹജ്ജ് 1 മുതലുള്ള ദിവസങ്ങൾ. ഇത് ഹദീസുകളിൽ സവിശേഷമായ സ്വഭാവത്തിൽ പ്രത്യേകം നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. മഹാനായ ലോകാനുഗ്രഹി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ ശരീഅത്തിന്റെ വലിയ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഓരോ സത്യവിശ്വാസിക്കും തിരിച്ചറിയാനും തിരിച്ചറിവ് നേടാനും തന്റെ ജീവിതത്തിലെ കർമ്മഗോതയിൽ സംഭവിച്ചു പോയ പാളിച്ചകളെ തിരുത്താനും അവസരങ്ങൾ നൽകുക എന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ അവസരമാണ് ദുൽഹജ്ജ് 8 ദിവസമായിരുന്നാലും ദുൽഹജ്ജ് 9 ദിവസമായിരുന്നാലും ദുൽഹജ്ജ് 10 ദിവസങ്ങളായിരുന്നാലും നമ്മിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉൾക്കാഴ്ച ബോധ്യപ്പെട്ട് നല്ല സുന്ദരമായ സ്വഭാവത്തിൽ ഈ ദിവസങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് 9 നോമ്പ് വളരെ പ്രസക്തമാർന്നതാണ്. ആ നോമ്പ് രട്ടിക്കാൻ കഴിയണം. ദുൽഹജ്ജ് 10 ദുൽഹജ്ജ് 9 തക്ബീറുകൾ ക്രമമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ അവദാനങ്ങൾ ഈ ലോകത്ത് വാഴ്ത്തപ്പെടണം. അവനിലേക്ക് വിലയം പ്രാപിക്കുന്ന മനസ്സുകളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഈ ലോകത്തിന് ശാശ്വതമായ സമാധാനം കൈവരണം. ലോകത്ത് പലസ്തീന മുസ്ലിങ്ങൾ, ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ മുസ്ലിങ്ങൾ പ്രയാസകരമായ സാഹചര്യങ്ങളെ നേരിടുന്നു. അതിനെ തരണം ചെയ്തു പോകാൻ വിശ്വാസികളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം കർമ്മഗോതയിൽ സജീവമായി, പ്രവർത്തന പാതയിൽ സജീവമായി, പ്രാർത്ഥനാ നിരതമായ മനസ്സോടെ സമാധാനത്തെ തേടിപ്പിടിക്കൽ മാത്രമാണ്. നാഥനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.